അളിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, എവിടെ? അവിടെ ഇരിപ്പുണ്ട്. ബാലേട്ടനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചേസിന്റെ കാശ് ചോദിച്ചു വാങ്ങിച്ചോളണം. ബസ്സിന് കാശില്ലാതെ വിഷമിക്കുമ്പോ അത്ര ഔദാര്യൊന്നും വേണ്ട. ഫ്രീസിംഗ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞാ ഒരു സിംഗ് ഫ്രീ ആയി, അതാണ് ഫ്രീസിംഗ്. ഗ്ലാഡിന്റെ അർത്ഥം മോളെ അങ്ങനെ പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഓരോ രാജ്യത്തും ഓരോരുത്തർ വായി തോന്നിയൊക്കെ പറയും. എന്റെ മോളെ ഒന്നും പഠിക്കുന്നു കേട്ടാ. കേമലിന്റെ സ്പെല്ലിങ് എന്താ? കേമലോ? കേമല്. KAML കേമൽ. KAML കേമൽ. എന്നിട്ട് പറഞ്ഞു ഈ അച്ഛനൊന്നും അറിഞ്ഞൂടാന്ന്. എടി ഇതാണ് താഴെ പഠിപ്പിച്ചിരുന്നു. എടി ഒന്നും അറിഞ്ഞൂടാ. അച്ഛൻ ഇതുവരെ വളർത്തിയെടുത്തില്ലേ? എടി രാധേ രാധേ പൂരിയത്ത് പാലോ മല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജില് 1, 2, 3 എന്തിനോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ്. നല്ല ഐശ്വര്യമുള്ള പെണ്ണ്, അതിനൊത്ത സൗന്ദര്യം. പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കിയവേ നല്ല അന്തസ്സുള്ള തറവാട് നമുക്ക് ചേർന്ന്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണോ? ബാലേട്ടന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് പെൺകുട്ടി ഡോക്ടറായി പോരാ, കുറഞ്ഞതൊരു IAS എങ്കിലും വേണം. ദേവിയുടെ വിചാരേ ഞാൻ നുണ പറയുന്ന കേട്ടോ. അല്ല, കുട്ടിയുടെ അച്ഛനായിട്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. നിന്നെ കുറിച്ചുള്ള വിവരമൊക്കെ പറഞ്ഞ് ഭയങ്കര താല്പര്യോ. പറയാൻ മാത്രം ബാലേട്ടനൊന്നും ഇല്ലല്ലോ. ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ്ണ് അന്വേഷിക്കണ്ട. സമയമാകുമ്പോ ഞാൻ പറയാം. പിന്നെ മറ്റൊന്നും തോന്നരുത്. കഴിഞ്ഞ മാസം കുട്ടികളുടെ അല്ല, കുട്ടികളെ കുറിച്ച് എന്നെക്കാളും താല്പര്യം ബാലിനകത്തോട് എനിക്കറിയാം. അത് മാത്രമല്ല രാധ ഇപ്പൊ പറയുകയും ചെയ്തു. അവരുടെ ഫീസിന്റെ രാധ എന്നോട് അതും പറഞ്ഞു. ചേച്ചിയുടെ കുട്ടികളല്ലേ, സ്നേഹിച്ചോളൂ. ആര് പറഞ്ഞു വേണ്ട? അതല്ല, പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം പാലം തന്നെ ചെയ്യണം നിർബന്ധം പിടിച്ചാലോ? ഞാൻ അവരുടെ അച്ഛനല്ലേ, എനിക്കൊരു അവസരം തരൂ. അത് വേണ്ട, ഒരു അച്ഛനും പറഞ്ഞു വേണ്ട. ബാലില്ലേ ചെലവിളി, അത് ശ്രദ്ധിക്കണ്ടേ? എന്തൊരു തലവേദന വേല, എന്തൊരു തലവേദന വേല. അയ്യോ, സഹിക്കാൻ കഴിയുന്നില്ല. ഞാനൊന്ന് പോയി കിടക്കട്ടെ കേട്ടോ. പോട്ടെ. അയ്യോ, ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ അല്ലേ? നീ പോയി ചോറോളും. ചേച്ചി, ചന്ദ്രേട്ടൻ എഴുന്നേറ്റില്ലേ? 5:30 എഴുന്നേറ്റ് അപ്പ തന്നെ പോയി. 6:15 ഫസ്റ്റ് ട്രിപ്പാണത്രേ. അതെ, ചേച്ചി എന്തെങ്കിലും ആവശ്യത്തിന് എന്റെ പകുതി രൂപ എടുത്തായിരുന്നു. അയ്യോ, ഞാനതങ്ങ് പറയാൻ മറന്നുപോയി. നീ നല്ല ഉറക്കമായിരുന്നു. 50 രൂപ എടുത്ത് ചന്ദ്രേട്ടന്റെ അമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കാൻ കൊടുത്തു. വല്ലപ്പോഴും എങ്കിലും നമ്മൾ വല്ലതും ചെയ്യണ്ടേ ബാല? ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വെച്ചിരുന്ന കാശാ. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് എന്ത് വെച്ചാനാ? നീ അരി വാങ്ങിക്കാൻ വെച്ച കാശും എടുത്തേ. ഇന്ന് ബില്ല് അടച്ചില്ല, അവർ ഫ്യൂസ് ഊരിക്കൊണ്ടു. എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ, പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. 2 മിനിറ്റ് ബസ് വരും. പിന്നത്തെ ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാനിത് നടച്ചോട്ടെ. ലാസ്റ്റ് ഡേറ്റ് ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട്. പക്ഷേ അല്ല, എനിക്ക് ലീവില്ല. ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നേനെ. പ്ലീസ്, പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം, എനിക്ക് ലീവില്ല. എന്റെ ശമ്പളം കട്ടായിപ്പോ. ഞാൻ നടക്കുന്നേ. പറ്റില്ല, ഇയാൾ നുണ പറയാ. ഫാൽക്കൺ പ്രൊഡക്ട്സ് അല്ലേ? ഇവിടുന്ന് 5 മിനിറ്റ് നടന്നാ പോരെ നിങ്ങളുടെ ഓഫീസിലേക്ക്? ഫാൽക്കൺ പ്രോഡക്ട്സിൽ അല്ലെങ്കിലോ? ഇവിടെ നിന്നായി കുരിശ കയറി വരുന്നത്. പ്ലീസ്, ഞാൻ നടക്കുന്നേട്ടോ. രാവിലെ തന്നെ ഇറങ്ങും. ഒരു തട്ടിപ്പുണ്ട് പോകാറുണ്ട്. ഞാൻ ഇവിടെ എന്നോടല്ലേ പറഞ്ഞ പോകാൻ. എവിടെ നോക്കിയാലോ നിൽക്കുന്നത്? സോറി.
ഒന്ന് ഒതുങ്ങിയേ. ടിക്കറ്റ് 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 2.70. ഒരാളാരാ? അതെ. ബാക്കി പിന്നെ തരാം. ആ ടിക്കറ്റ് ടിക്കറ്റ് ഒരു ആരാ ടിക്കറ്റ് എടുക്കുന്നത്? ടൗൺ ഹാൾ. ടിക്കറ്റ് എടുത്തല്ലോ. ആരെടുത്തു? ഞാൻ എടുത്തിട്ടുണ്ട്. ദാ. കണ്ടക്ടർ, നിങ്ങൾ ടിക്കറ്റ് തരുന്നുണ്ടോ? 70 പൈസയുടെ 2 ടിക്കറ്റ് സാർ എടുത്തേ. എനിക്ക് 50 പൈസ ടിക്കറ്റ് വേണ്ടത്. ദേ, ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസയാണ്. അത് ഞാൻ എടുത്തു. നീ വേണേ ടൗൺ ഹാളിൽ അവിടെ ഇറങ്ങിക്കോ. അതിനെന്താ? രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് ഉടക്കി. അതാ. മിസ്റ്റർ, അനാവശ്യം പറയരുത്. വേണ്ട, ദേഷ്യം വരുമ്പോ ഇവളെന്നെ മിസ്റ്റർ എന്നാ വിളിക്കുന്നത്. ആ, ചുമ്മാ ഇരി. വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ചത് മോശമായി പോയി. സാർ പാവം. സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. നോൺസെൻസ്. ബസ് നിർത്തൂ, എനിക്ക് ഇവിടെ ഇറങ്ങണം. എന്തൊരു ദേഷ്യ ബസ്സല്ലേ, ആൾക്കാർ കേൾക്കില്ലേ? പറഞ്ഞത് കേട്ടില്ലേ? ബസ് നിർത്തൂ. അതേ സമ്മതിക്കില്ല. അതൊന്ന് കാണണല്ലോ. താൻ ഏത് പ്രാദേശികത്തിൽ നിന്നാ വരുന്നത്? കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി. ഇവക്ക് ബുദ്ധി വരട്ടെ. ആ, ഇതെന്തേ കാണിക്കുന്നത്? എന്ത് ചെയ്യാൻ ആശാനെ, ഭർത്താവായി പോയി. നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് കവി പാടിയത് നിന്നെ പോലെയുള്ള കാർക്കോടന്മാരെ ഉദ്ദേശിച്ചാണ്. എന്താ നിന്റെ വിചാരം? ഈ പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയ ക്രെഡിറ്റ് ആണെന്നാണോ? അവൻ ഒരുമാതിരി പെണ്ണുങ്ങളായാൽ ആണുങ്ങളോട് ബഹുമാനം വേണം. ബഹുമാനിക്കാൻ നീ ഒരാളുടെ ഭർത്താവ് കുറെ പുളിക്കും അവർക്ക് എന്നെ ഭർത്താവെ കിട്ടാൻ. പല മോശതയാണെന്ന് കരുതരുത്. പറ, നീ ഒരു മാനസിക രോഗിയാ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ മനസ്സിൽ ഒതുക്കി ഒതുക്കി അവസാനം നീ ഒരു സിനിക്കായി തീർന്നിരിക്കും. നീ ആരാ വലിയ മൈ? മാനസിക രോഗ വിദഗ്ധനോ? പറ. സത്യം പറഞ്ഞാൽ ആർക്കും പിടിക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. ഇത് വലിയ കുരിശായല്ലോ. നീ അനാലിസിസ് നടത്തി എനിക്ക് നല്ല മാർഗം ഒന്നും ഉദ്ദേശിച്ചാറില്ല. ഉണ്ടായ സംഭവം വെറുതെ ഒന്ന് പറഞ്ഞെന്ന് വെച്ച് കയറി വലിയ ആളാവാൻ നോക്കരുത്. അയ്യോ, ഉപദേശിക്കല്ല, ഒരു സജഷൻ പറഞ്ഞോട്ടെ. പറഞ്ഞോ. ആ കുട്ടി കല്യാണം കഴിയാത്ത കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ എന്നെങ്കിലും ഒരു ദിവസം ആ കുട്ടിയെ പെണ്ണ് കാണാൻ പോയെന്ന് വിചാരിക്കുക. എന്താ സ്ഥിതി? എന്താ സ്ഥിതി? ആ കുട്ടിക്ക് നീയുമായിട്ട് അഫയർ ഉണ്ടെന്ന് കരുതും. അപ്പൊ ഈ ചെറിയൊരു കാര്യം വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അത് പിന്നെ അത് ഇതൊന്നും അല്ല, ശുദ്ധ പോകരുതരം തന്നെ. ആണോ? സംശയം എന്ത്? നടന്നോട്ടെ. ഒരാഴ്ചയും കൂടി വക്കീൽ ക്ഷമിച്ചേ പറ്റും. കാശില്ലാത്തതുകൊണ്ട് കേസിൽ ക്ഷീണം വരാൻ പാടില്ല. കുറച്ച് രൂപ ഒരാൾ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. മറ്റന്നാ കഴിച്ചെടുക്കും. എന്റെ കാര്യം പോട്ടെ, ഗുമസ്തന്മാരല്ലോ ദുർമുഖം കാണാൻ എനിക്ക് വയ്യ. പിന്നെ നിന്റെ കയ്യിൽ രൂപ വല്ല ഇരിപ്പുണ്ടോ? ഉണ്ട്. ലക്ഷക്കണക്കിന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയല്ലേ. എത്ര ലക്ഷം വേണം? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. വക്കീൽ അപ്പുറത്തിരിപ്പുണ്ട്. ഓ, ഒരു വക്കീൽ. ഇവിടെ എത്ര വക്കീൽ വന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. ഇവിടുത്തെ കേസ് നടത്തി അവരൊക്കെ ഓരോ നിലയിലെത്തി. നിന്റെ കയ്യിൽ 50 രൂപ ഉണ്ടോന്നാ ചോദിച്ചത്. 5 രൂപ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ നാണയം മംഗളം വരികയെ വാങ്ങിച്ചേനെ. ജോർജ് കുറ്റിച്ചാലിന്റെ സ്നേഹപ്രതിജ്ഞ തുടർക്കഥ ഈ ആഴ്ച മുതൽ തുടങ്ങുക. അനിത പോയോ? എന്തിനാ? ചെന്ന് ചോദിക്കേണ്ട താമസമേ ഉള്ളൂ. നേരാമണ്ണം ഉടുക്കാൻ ഒരു സാരി ഉണ്ട് ആ കുട്ടിക്ക്. അതിനെപ്പറ്റി ഒരു വിചാരമുണ്ട് നിങ്ങൾക്ക്? മോളെ, വക്കീലുണ്ട് അപ്പുറത്ത്. ഒരു 50 രൂപ കിട്ടിയേ പറ്റൂ. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നിനക്കും മനസ്സിലാവില്ല. എന്റെ 5-6 ലക്ഷം ഞാൻ വെറുതെ നശിപ്പിച്ചു കളയണം. ആർക്കു വേണ്ടിയാണ് ഈ രൂപ? എനിക്ക് വേണ്ടിയാണെങ്കിൽ അച്ഛനിനി കേസ് നടത്തണ്ട. എനിക്കും വേണ്ട. ആർക്കും വേണ്ട, എനിക്ക് വേണം. എല്ലാം വിറ്റ് തുലയ്ക്കും ഞാൻ. എന്നാലും ശിവരാമനെ ഞാൻ തോൽപ്പിക്കും.